തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബലം പുറത്തുവിട്ടതിന് പിന്നാലെ പുറത്തുവിട്ട കണക്കുകൾ ബി.ജെ.പി ഇപ്പോൾ ഞെട്ടിക്കുകയാണ്. 32% വോട്ടുകളാണ് ബി.ജെ.പിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇനിയും ഈ വോട്ടുകളിൽ ഇടിവ് സംഭവിക്കുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത്. കാരണം ഈ ഇടിവ് സംഭവിച്ചിരിക്കുന്നത് വോട്ടുകൾ അത്രയും ദളിതരുടേതാണ്. പാർലമെന്റിൽ അംബേദ്കർ വിരുദ്ധ പരാമർശം കൂടി അമിത്ഷാ നടത്തുകയും അതിനെ ന്യായീകരിച്ച് മോദി കളത്തിൽ ഇറങ്ങുകയും ചെയ്ത സാഹചര്യത്തിൽ ഇനിയും ദളിതർ ബി.ജെ.പിക്കൊപ്പം നിലയുറപ്പിക്കില്ല എന്ന് തന്നെയാണിപ്പോൾ പുറത്തുവരുന്ന വാർത്തകളിൽ നിറയുന്നത്. അതുമാത്രവുമല്ല, അമിത്ഷായ്ക്ക് പറ്റിയൊരു നാക്കുപിഴ പ്രതിപക്ഷം പ്രതിഷേധം കനപ്പിക്കുന്ന സാഹചര്യത്തിൽ സഖ്യകക്ഷികളുടെ കാലു പിടിച്ചുകൊണ്ട് ഒപ്പം നിൽക്കാൻ അമിത്ഷായും ജെ.പി. നദ്ദയും നേരിട്ട് അഭ്യർത്ഥിച്ചിട്ടും ഈ യോഗത്തിൽ പോലും പങ്കെടുക്കാതെ നിതീഷ് കുമാറും ഏകനാഥ് ഷിൻഡെയും വിട്ടുനിൽക്കുകയായിരുന്നു. ഇത്തരത്തിൽ കാര്യങ്ങൾ ഒന്നും ബി.ജെ.പിക്ക് അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ വരുന്ന ഡൽഹി ബീഹാർ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വീണ്ടും ദളിത് വോട്ടുകൾ കുറയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇടക്കാലത്ത് ദളിത് വോട്ടുകളെ ബി.ജെ.പിക്ക് ആകർഷിക്കാനായി എങ്കിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കാര്യങ്ങൾ മാറി തുടങ്ങി എന്നതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. കോൺഗ്രസുമായി താരതമ്യം ചെയ്യുമ്പോൾ ബി.ജെ.പിയെ പരമ്പരാഗതമായി പിന്തുണയ്ക്കുന്ന ദളിതുകൾ 2019 കണക്കനുസരിച്ച് ഏകദേശം 6% കുറവാണ്. 2016 ഇത് 3% അഥവാ പരമ്പരാഗതമായ ദളിത് പാർട്ടി അനുഭാവികളിൽ കുറവ് വന്നിരിക്കുന്നു. കോൺഗ്രസിനും കുറവ് വന്നിട്ടുണ്ട്. വോട്ട് ശതമാനം നോക്കുമ്പോൾ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 20% ദളിത് വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. 2019 20% തന്നെയായിരുന്നു. അഥവാ നിലനിർത്താൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ 2019 32% വോട്ട് ലഭിച്ച ബി.ജെ.പിക്ക് ഇക്കുറി അത് 29% കുറഞ്ഞു. സംസ്ഥാന തലത്തിൽ നോക്കുമ്പോഴാണെങ്കിലോ ബി.ജെ.പി ശക്തി കേന്ദ്രങ്ങളിൽ ക്ഷീണമാണ്. രാജസ്ഥാൻ 9.25%, യു.പിയിൽ 5.87%, മഹാരാഷ്ട്രയിൽ 7.35 എന്നീ സംസ്ഥാനങ്ങളിൽ ദളിത് വോട്ടുകളിൽ കാര്യമായ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. 2016-19 കാലത്ത് ദളിത് വോട്ടുകൾ കാര്യമായി സമ്പാദിച്ച ബി.ജെ.പിക്ക് 2024 വോട്ട് ശതമാനം കുറഞ്ഞു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അമിത്ഷായെയും ബി.ജെ.പിയെയും ഇത്തരത്തിൽ പ്രകോപനപരമായ പ്രസ്താവനകൾക്ക് പ്രേരിപ്പിച്ചതിന് പിന്നിൽ ദളിത് വോട്ടുകൾ പാർട്ടികൾക്ക് ഏതാനും തെരഞ്ഞെടുപ്പുകളിൽ വൻതോതിൽ നഷ്ടം വരുത്താനുള്ള എല്ലാ സാധ്യതകളുമാണ് കാണുന്നത്.